ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇരിട്ടി ഫാമിലി. ഹർഷ ജിതീഷാണ്. നമുക്കെല്ലാവർക്കും ഏറ്റവും ഒരു സംശയമുള്ള കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചുറ്റുപാട് ഒത്തിരി ആൾക്കാർക്ക് നമുക്ക് ക്യാൻസർ കാണുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ വിചാരിക്കുന്നുണ്ട് അവർക്ക് പാരമ്പര്യ ഘടകങ്ങളായിരിക്കാം ചിലപ്പോൾ ക്യാൻസർ വരാൻ കാരണം. അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ആർക്കും ക്യാൻസർ ഇല്ല, എൻ്റെ വീട്ടിലില്ല, അല്ലെ എൻ്റെ അപ്പൻ്റെ വീട്ടിലില്ല, എൻ്റെ അമ്മയുടെ വീട്ടിലില്ല, നമുക്ക് ആർക്കും ഇതില്ല. പിന്നെ എന്ത് കാരണം കൊണ്ടാണ് ക്യാൻസർ ഉണ്ടാവുന്നത്? ക്യാൻസർ ഉണ്ടാകാൻ കാരണമായ സാധാരണ നമ്മൾ പറയുമല്ലോ, പുകവലിക്കാറില്ല, ഞാൻ മദ്യപിക്കാറില്ല, പിന്നെ ഞാൻ പുകയില ഉൽപ്പന്നങ്ങൾ, അതായത് നമ്മൾ പാൻപരാഗ്, ഹൻസ്, അങ്ങനെയൊക്കെ എന്താ പറയുക, ഈ മുറുക്കല്, അങ്ങനെയുള്ള സംഭവങ്ങൾ ഒന്നും, അല്ലെങ്കിൽ ഇത് ഇപ്പോഴത്തെ പല പല സംഭവങ്ങളുണ്ടല്ലോ, അതൊന്നും അവർ വായിൽ വെക്കാറില്ല, ഇതൊന്നുമില്ല. പിന്നെ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും നമ്മൾ പറയും ജങ്ക് ഫുഡാണ്, അല്ലെങ്കിൽ ഭയങ്കര മീറ്റൊക്കെ അധികം കഴിക്കുന്നവർക്കാണ്, അവർക്കൊക്കെയാണ്, അല്ലെ വിഷപദാർത്ഥങ്ങളൊക്കെ അടങ്ങി പുറത്തുനിന്ന് മേടിക്കുന്ന പച്ചക്കറികളൊക്കെ ഉപയോഗിക്കുന്നവർക്കായിരിക്കാം. ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഇതൊന്നും കഴിക്കാറില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ദൈവമേ എനിക്ക് ക്യാൻസർ വന്നേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നവരാ അധികം പേരും. പക്ഷെ ഇതൊന്നും വേണം എന്നില്ല. കാരണം ഇത് ക്യാൻസർ നമുക്ക് വരണമെങ്കിൽ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ലിമിറ്റ് പ്രായം കഴിഞ്ഞാൽ, അതായത് നമുക്കൊരു 40+ അല്ലെങ്കിൽ ഒരു 50 വയസ്സിന് മേലോട്ടോ, അല്ലെങ്കിൽ ഒരു 60 വയസ്സിന് മേലോട്ടോ നമ്മളൊക്കെ ഏജ് ആയി കഴിയുന്ന ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഈ ക്യാൻസർ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് തന്നെ ആ ഒരു സമയത്ത് നമുക്ക് മാറ്റം വരികയാണ്. ഇപ്പൊ പ്രായമായവരുടെ കേസുമായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ശരിക്കും അവർക്ക് ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഓൾറെഡി ഒരു 80% തന്നെ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലൊക്കെ ഒരു മാറ്റം വരും. കാരണം ഒരു ഏജ് ആയിട്ടുണ്ടാവുമല്ലോ. പിന്നെ അപ്പൊ ആ ഒരു സമയത്ത് തന്നെ DNA ചേഞ്ച് വരും. പിന്നെ നമ്മുടെ ഇത് മാത്രമല്ല, ഇതൊരു 80% മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു 20% എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പുറത്തുനിന്ന് വരുന്ന സംഭവങ്ങളും കൂടി ഇതിനകത്ത് ബാധിക്കും. അതായത് ഫാക്ടറികളിൽ നിന്ന് വരുന്ന പുക, പിന്നെ അത് തന്നെയല്ല, നമുക്ക് റോഡിൽ കൂടെ തന്നെ വാഹനങ്ങളിൽ നിന്നൊക്കെ വരുന്ന പുകയുണ്ട്, അത് പ്രശ്നങ്ങളാണ്. പിന്നെ പ്ലാസ്റ്റിക് കത്തിക്കുന്ന ആ ഒരു പ്രശ്നവും പിന്നെ ഒരു പ്രശ്നങ്ങൾ തന്നെയാണ്. പിന്നെ അലർജിക് റിയാക്ഷനും കാര്യങ്ങളും ഒക്കെ ഉള്ളവർക്ക്, ഒത്തിരി കാലങ്ങൾ അങ്ങനെ അലർജിക് റിയാക്ഷൻ ഉള്ളവർക്ക് അതും ഒരു പ്രശ്നമാണ്. പിന്നെ നമ്മൾ ക്രോണിക് ഡിസീസ്, അതായത് നമുക്ക് കുറേ കാലങ്ങളായിട്ട് ചില രോഗങ്ങൾ നമുക്ക് ഇങ്ങനെ നിലനിന്നുകൊണ്ട് പോവുകയാണ്. നമ്മൾ ചെറുതായിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യും, അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമില്ല, അതിന്റെ ഉറവിടങ്ങളൊന്നും കണ്ടുപിടിച്ച് ആ രോഗത്തെ നമ്മൾ പൂർണ്ണമായും നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യാതെ കുറേ കാലം ചിലപ്പോൾ നമ്മളത് വലിയ കാര്യമാക്കാറില്ല. ചിലപ്പോൾ എല്ലാവരും പറയാറുണ്ടല്ലോ, ചിലപ്പോൾ ഒരു പിന്നെ അലർജിയുടെയാണെന്ന് നമ്മൾ വിചാരിക്കും, ശ്വാസം മുട്ടലായി കാര്യങ്ങളായി, അങ്ങനെയൊക്കെ ഒരു കുറേ കാലങ്ങൾ അങ്ങനെ പോകുന്നു. അപ്പൊ നമ്മൾ അലർജിയുടെ ഒരു വിഷയം വരുമ്പോൾ നമ്മൾ അതിന്റെ ചിലപ്പോൾ മരുന്ന് കഴിക്കും. പിന്നെ ലിവറിന് ഉള്ള പ്രശ്നങ്ങൾ, ഫാറ്റി ലിവറൊക്കെ എല്ലാവർക്കും ഉള്ളതായിരിക്കാം. അല്ലെങ്കിൽ ചെറുതായിട്ട് നമ്മൾ ലിവർ ചെക്ക് ചെയ്യുമ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അത് പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ അത് കുറച്ച് കാലങ്ങൾ അങ്ങനെ മുമ്പോട്ടേക്ക് പോകുന്നു. പിന്നെ നമ്മുടെ കിഡ്നിക്ക് തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. കാരണം വർഷങ്ങളായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ മാറാതെയോ അങ്ങനെയൊക്കെ ആയിട്ട് കുറെ കാലങ്ങളായിട്ടൊക്കെ അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് നിൽക്കുന്നു. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കാതെ ചിലപ്പം മുമ്പോട്ട് പോകാം. അതുപോലെ തന്നെ നമ്മുടെ യൂട്രസിനൊക്കെ ആണെങ്കിലും നമുക്ക് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാകാം. കാരണം മെൻസസിന്റെ അത് കറക്റ്റ് ആയിരിക്കില്ല. കാരണം മെൻസസ് ഉണ്ടാകുന്ന ടൈമിൽ ചിലപ്പോൾ നമുക്ക് വേദനകളൊക്കെ ഉണ്ടാകാം. പിന്നെ നമ്മൾ അത്യാവശ്യം സ്കാനൊക്കെ ചെയ്യുമ്പം ചെറിയ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ അതൊന്നും നമുക്ക് ആ ഒരു സമയങ്ങളിൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ലാത്തൊരു സംഭവമായിരിക്കാം. അതൊക്കെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാതെ കുറേ കാലങ്ങൾ മുമ്പോട്ട് കടന്നു പോകുമ്പം ഇതും ക്യാൻസറായി മാറാനുള്ള സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ പുകവലിക്കുന്നവർക്കും മദ്യപാനം ഉള്ളവർക്കും ഒക്കെ DNA ഒത്തിരി ചേഞ്ചസ് ഒക്കെ വരാറുണ്ട്. പിന്നെ ബാക്ടീരിയ ഇൻഫെക്ഷന്, വൈറൽ ഇൻഫെക്ഷന്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ക്യാൻസറുകൾ ഉണ്ടാകാം. കാരണം ഈ ബാക്ടീരിയ ഇൻഫെക്ഷന്, വൈറൽ ഇൻഫെക്ഷനും ഒക്കെ ശരിക്കും നമുക്ക് ക്യാൻസർ ഉണ്ടാക്കുന്നത് പ്രധാനമായിട്ട് നമുക്ക് സ്റ്റൊമക്കിലാണ്. വയറിലെ ക്യാൻസർ, പിന്നെ കോളൻ ക്യാൻസർ, പിന്നെ അത് തന്നെയല്ല നമുക്ക് ലിവറിനുള്ള ക്യാൻസർ വരുന്ന സംഭവങ്ങൾ, അതൊക്കെ നമുക്ക് ബാക്ടീരിയ കൊണ്ട് ഒക്കെ, വൈറസ് കൊണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ ക്യാൻസർ ഉണ്ടാക്കാൻ ഉതകുന്ന സംഭവമാണ് ഈ ബാക്ടീരിയയും വൈറസും. അതായത് നമുക്ക് ലിവറിനൊക്കെ പ്രശ്നങ്ങൾ ആദ്യം വന്നു, പിന്നെ ലിവറിന്റെ പ്രശ്നങ്ങൾ പലതരത്തിലും മുമ്പോട്ടേക്ക് കടന്നുപോയി ഈ ഒരു ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
പിന്നെ നമുക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് യൂട്രസിന്, അതും പിന്നെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നുള്ള ഒരു വൈറസ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു ക്യാൻസർ തന്നെയാണ്. പിന്നെ നമ്മൾ ജെനറ്റിക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ ഒരു ജെനറ്റിക്സും പിന്നെ അല്ലാത്ത കാരണങ്ങളും ഏകദേശം ഒരു 20% മാത്രമേ നമുക്ക് ഉണ്ടാകാറുള്ളൂ. പിന്നെ നമ്മൾ പ്രായമായവർക്ക്, നമ്മൾ ഒരു പ്രായമായി കഴിയുമ്പം നമുക്ക് എല്ലാവർക്കും കുറച്ച് സ്ട്രെസ് അനുഭവിക്കുന്നവരായിരിക്കും. നമ്മളൊരു ഏജ്, ഒരു ലിമിറ്റ് ഏജ് ഒക്കെ കഴിഞ്ഞിട്ട് അവരാണെങ്കിൽ നമ്മൾ ഓൾറെഡി അവരുടേതായ പിന്നെ പ്രവർത്തനങ്ങളും വീട്ടിലുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ അവർക്ക് കുറവായിരിക്കാം. കാരണം അവർ ഓൾറെഡി കുറച്ചൊക്കെ വിശ്രമത്തിലായിരിക്കും. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അവർ നന്നായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നവരായിരിക്കും. ഇതും ഒരു ക്യാൻസറിന് കാരണമായ ഒരു സംഭവം തന്നെയാണ്. പിന്നെ അവരുടെ ഫുഡിൽ വരുന്ന ചേഞ്ച്, അതായത് നമ്മൾ ഈ നേരത്തെ കഴിക്കുന്ന ഫുഡ് പോലെയല്ല, അവർ കുറച്ച് കൂടുതൽ ഫുഡൊക്കെ പ്രായമായി കഴിയുമ്പം കഴിക്കും. അതായത് ഫുഡ് കഴിക്കുന്നവർ കൂടുതൽ ഫുഡ് എന്നല്ല, ഹെവി ഫുഡ് അവർ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതും അവരുടെ ബോഡിയിൽ പല ചേഞ്ചസ് ഉണ്ടാകാം. അതൊക്കെ ക്യാൻസറിന് കാരണമായിരിക്കാം. അത് പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ കാര്യം, പ്രായമായവർക്ക് ഇമ്മ്യൂൺ സിസ്റ്റം കറക്റ്റ് ആയിരിക്കില്ല, വർക്കായിരിക്കില്ല. അതും അവർക്ക് ഒരു ക്യാൻസർ ഉണ്ടാകുന്ന ഒരു കാരണം തന്നെയാണ്. പിന്നെ നമ്മൾ ഒരു പ്രായമായവരുടെ അല്ലാതെ നമ്മൾ പൊതുവിൽ നമ്മൾ പറയുവാണെങ്കിൽ ഈ ക്യാൻസർ എന്നുള്ളത് ശരിക്കും നമുക്ക് ജീവിതശൈലി രോഗമാണ്. ഒരു 80% പേർക്കും ജീവിതശൈലി രോഗം തന്നെയാണ്. ബാക്കി 20% ഞാൻ പറഞ്ഞതുപോലെ പല കാരണങ്ങൾ കൊണ്ട്, അത് ജനറ്റിക് ആയിരിക്കാം, അല്ലെ പല കാരണങ്ങളും കൊണ്ടൊക്കെ ഉണ്ടാകാറുള്ളൂ. പിന്നെ നമുക്ക് ഈ ജീവിതശൈലി രോഗം എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ ഭക്ഷണക്രമത്തിൽ നമുക്ക് ശരിക്കും മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ ഭക്ഷണശൈലി കൊണ്ട് തന്നെയായിരിക്കാം ഈ രോഗം വരുന്നത്. അതാണ് ജീവിതശൈലി രോഗം എന്ന് ഉദ്ദേശിക്കുന്നത്. ഭക്ഷണം മാത്രമല്ല, എക്സസൈസ്, വ്യായാമം അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് വ്യായാമം വേണം. പിന്നെ നമ്മുടെ ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പിന്നെ ഒരു പ്രോസസ്ഡ് മീറ്റ് ഒക്കെയാണ് ഇന്ന് കഴിക്കുന്നത്. നമ്മുടെ പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ ശരിക്കും മീറ്റൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്കൊരു പിന്നെ പോത്തിനെയൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ പിന്നെ ഒരു കോഴിയാണെങ്കിലും എന്നതാണേലും നമ്മൾ ആ ഫ്രഷ് ആയിട്ട് നമ്മൾ അതിനെ പിന്നെ കൊന്നു, നമ്മൾ അത് അന്നേരം തന്നെ കറി വെച്ച് നമ്മൾ കഴിക്കുന്നു. നമ്മുടേതായ ഒരു ഭക്ഷണ ശൈലി അതാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അതൊക്കെ പല ശൈലികളിലും പല രീതികളിലും ഒക്കെ ആയിട്ട് നമ്മൾ പ്രോസസ്ഡ് മീറ്റ് ആയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ അതിന് നമുക്ക് ശരിക്കും പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ശരിക്കും നമുക്ക് ഗോതമ്പ് പോലെ ശരിക്കും ഒരു ഗോതമ്പ് പൊടി ആയിക്കോട്ടെ, ആ ഗോതമ്പ് പൊടിയാണേലും പിന്നെ നമ്മൾ ഒന്ന് കുത്തി പൊടിച്ച് നമ്മൾ അതിൻ്റെയൊക്കെ ആ ചവരോട് കൂടിയൊക്കെ നമ്മൾ കഴിക്കുക അതൊക്കെയാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഇന്ന് അതൊക്കെ പിന്നെയും പല ഭാവങ്ങളിലായി നമ്മൾ ശരിക്കും ഒരു വെള്ള പൗഡർ പോലെയാണ് നമുക്ക് ശരിക്കും ഗോതമ്പ് പൊടി വരെ നമ്മുടെ കയ്യിലെത്തുന്നത്. അതൊക്കെ നമ്മുടെ ഒരു പ്രശ്നങ്ങൾക്ക് കാരണമാണ്. പിന്നെ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് വരെ ജങ്ക് ഫുഡ് മാത്രമേ വേണ്ടൂ. അപ്പം അതും ശരിക്കും ക്യാൻസറിന് ഉള്ള ഒരു കാരണമാണ്. പിന്നെ നമ്മുടെ അന്തരീക്ഷങ്ങളിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഇതിനൊരു കാരണമായ കാര്യമാണ്. പിന്നെ മദ്യപാനം ശരിക്കും അത് ഒരു അധികം എന്നുള്ളതല്ല, നമ്മൾ എത്ര ലിമിറ്റ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഒന്നും ലിമിറ്റ് ഒന്നുമല്ല, അത് കുറച്ചാണെങ്കിലും അതൊക്കെ ഈ രോഗത്തിനും ഈ ഒരു നല്ലതല്ല. പിന്നെ പുകവലി, പിന്നെ ഈ പുകവലിക്കുന്നവർ എന്ന് പറഞ്ഞ പുകവലിക്കുന്നവരും അത് ശ്വസിക്കുന്നവരും പിന്നെ ഇതെല്ലാവർക്കും ഇത് ബാധകമാണ്. പിന്നെ ഇതൊക്കെ നമുക്ക് ക്യാൻസറിന് നമുക്ക് എന്തുകൊണ്ട് ക്യാൻസർ വന്നു എന്ന് ചോദിക്കുന്നതിന് ഒരു മറുപടി മാത്രമേ ഇതുള്ളൂ. അല്ലാതെ ഇതൊന്നും പിന്നെ നമുക്ക് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. പക്ഷെ ഇതിനകത്ത് കുറെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. പക്ഷെ ഇതൊക്കെ ഇതിനകത്ത് ഓരോരോ ഭാഗങ്ങളും ഘടകങ്ങളും മാത്രമാണ്. പക്ഷെ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചെങ്കിലും ചിലപ്പം ഇത് വന്നേക്കാം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ക്യാൻസർ നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഏതെങ്കിലും നമുക്ക് പിന്നെ ഒരു സിംറ്റം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഘടകങ്ങളോ ഇങ്ങനെ ഒരു സന്ദർഭങ്ങളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നെങ്കിൽ നമുക്ക് സ്ക്രീനിങ് ടെസ്റ്റ് പോലത്തെ ടെസ്റ്റുകൾ ചെയ്യുക. ഏതുതരം ക്യാൻസർ ആയിക്കോട്ടെ, ഏതുതരം ക്യാൻസർ ആണെങ്കിലും നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഫലപ്രദമായ ചികിത്സയുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അമിതമായി ടെൻഷൻ അടിക്കേണ്ട. എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് ആരും ടെൻഷൻ അടിക്കാൻ വേണ്ട. നമുക്ക് വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിത ശൈലിയിൽ തന്നെ നമുക്ക് മാറ്റം വരുത്തുക. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കുക.